നമ്മളെല്ലാം ഇപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ചോദിച്ചത്, നമുക്ക് വേണ്ടിയുള്ള മന്ന ആകാശത്തിന്റെ മേഘപാളികൾക്കകത്ത് മറച്ചു വച്ച തമ്പുരാനോട് പിന്നെയും നമ്മൾ യുദ്ധം ചെയ്തു, എന്തേ മന്ന പൊഴിക്കുന്നില്ല എന്ന് ചോദിച്ച്. യാത്രാവഴികളിൽ നീ പോലും കാണാത്ത ചില പാറയുടെ അകത്ത് നിനക്ക് വേണ്ടിയുള്ള ദാഹജലം ഒളിപ്പിച്ചു വച്ച തമ്പുരാനോട് അല്പസമയം നിനക്ക് ജലം കിട്ടാതെ വന്നപ്പോ നീ യുദ്ധം ചെയ്തു, എന്തേ വെള്ളം തരുന്നില്ല എന്ന് ചോദിച്ച്. കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ കാറ്റിനോട് കൽപ്പിച്ചിട്ട് മാറി നിന്ന് നിന്നെ പുറപ്പെടുവിച്ച ദൈവം അല്പനേരം വിശപ്പ് ശമിക്കാൻ അതിന് കാലതാമസം വന്നപ്പോ നമ്മൾ തമ്പുരാനോട് യുദ്ധം ചെയ്തു, എന്താ അത് തരാത്തെന്ന്. ഇന്ന് രാത്രി ആത്മീക യുദ്ധം ചെയ്യുന്നെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും യുദ്ധം ചെയ്യുന്നത് നമ്മളെ തകർക്കാൻ വ്യാപരിക്കുന്ന ശത്രുപക്ഷത്തോടല്ലെന്ന് വ്യക്തമായി ഓർമ്മിച്ചുകൊണ്ട് വേണം ഈ രാത്രി വചനത്തെ ധ്യാനിക്കാൻ. നമ്മുടെ പല യുദ്ധങ്ങളും വിടുവിച്ച തമ്പുരാനോടായാൽ ഇന്ന് രാത്രി ആയുധങ്ങളെ തിരിച്ചെടുത്തിട്ട് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ട ശത്രുനിരയ്ക്ക് നേരെ ആത്മാവിൽ പോരാടുന്ന അതിശക്തമായ സൈന്യത്താലല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിൽ ഇന്ന് രാത്രി അതിശക്തമായ പ്രാർത്ഥനയുടെ യുദ്ധം ചെയ്യാൻ ഇന്ന് രാത്രി നമ്മെ ഒരുക്കുന്ന ദൈവകൃപ ഈ രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നിനക്ക് അനുവാദമില്ല. കാലതാമസം വരുമ്പോൾ പിറുപിറുപ്പിലും സംശയവിചാരത്തിലും കർത്താവിന്റെ ശക്തിക്ക് പരിധി വയ്ക്കുന്ന അനുഭവത്തിലും പലപ്പോഴും ഞാനും നിങ്ങളും കുടുങ്ങുന്നെങ്കിൽ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തെങ്കിലും അവർ എല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന് കണ്ടിട്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ ക്രോധത്തിൽ സത്യം ചെയ്തെങ്കിൽ നിങ്ങളും ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നവരാകൊണ്ട് അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. കർത്താവിനോട് പറ, ഇന്ന് രാത്രി ആമേൻ ആ വചനപ്രകാരമുള്ള ഭയം കൊണ്ട് എന്നെ നിറയ്ക്കാൻ പ്രാർത്ഥിക്കേ. നമ്മളൊക്കെ ഭയത്തിന്റെ ആത്മാവിനെ അങ്ങ് ശാസിക്കുന്നവരല്ലേ. ആമേൻ, ഇന്ന് രാത്രി ദൈവ വചനപ്രകാരമുള്ള ആ ഭയം ഇന്ന് രാത്രി എൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആമേൻ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുമോ, അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുവീനെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനപ്രകാരമുള്ള ഭയം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ ഭയം എൻ്റെ മേൽ വ്യാപരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ?